ഗുഡ് മോർണിംഗ്. മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് സുനിൽ ഗവാസ്കർ എന്ന ക്രിക്കറ്ററിൻ്റെ ഒരു ആത്മകഥയാണ്, അതായത് ഓട്ടോബയോഗ്രഫി എന്ന് പറയും. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മകഥ എന്താണെന്ന് മനസ്സിലാക്കാൻ, പിന്നെ കോമ്പൗണ്ട് വേർഡ്സ്, അതായത് സങ്കീർണമായിട്ടുള്ള വാക്കുകൾ, ഒന്നോ അതിൽ കൂടുതലോ വാക്കുകൾ ചേർന്ന് വരുന്ന കമ്പൈൻ ചെയ്ത് വരുന്ന വാക്കുകളെയാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ, അത്തരം വാക്കുകളെ കോമ്പൗണ്ട് വേർഡ്സുകളെ മനസ്സിലാക്കാൻ, അതുകണക്ക് തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് മനസ്സിലാക്കാൻ, ടെൻസിൻ്റെ നമ്മൾ പാസ്റ്റ് ടെൻസിനകത്ത് വരുന്ന ആദ്യത്തെ ടെൻസാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പറ്റി മനസ്സിലാക്കാനുമൊക്കെ നമ്മൾ ഈ പാഠം പഠിക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു സ്പീച്ചിനകത്ത്, ഒരു പ്രസംഗത്തിനകത്ത് വരുന്ന കൊച്ചു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കതിന് ഉത്തരം പറയാനുള്ളൊരു കഴിവും ഇതിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്ഷൻ 1 ആണ് പറയാൻ പോകുന്നത്. I may never have become a cricketer, and this book would certainly not have been written if an eagle-eyed relation, Mr. N.I.O.S, had not come into my life the day I was born, July 10, 1949. ഞാൻ ഒരിക്കലും ഒരു ക്രിക്കറ്റർ ആകുമായിരുന്നില്ല, അതിന് തന്നെ ഈ ബുക്ക് ഒരിക്കലും എഴുതപ്പെടുകയും ചെയ്യുമായിരുന്നില്ല. ഇഫ് ആൻ ഈഗിളായിട്ട് റിലേഷൻ, അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള, ഈഗിളായിട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ കഴുകൻ്റെയൊക്കെ കണ്ണ്, അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു കാഴ്ചശക്തിയെ പറ്റിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ ഒരു സൂക്ഷ്മമായിട്ടുള്ളൊരു ബന്ധം മിസ്റ്റർ N.I.O.S had not come into my life the day I was born. N.I.O.S എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്നും, ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു കരിയർ ഉണ്ടാകുമായിരുന്നില്ല, ഈ ബുക്ക് എഴുതാൻ പറ്റുമായിരുന്നില്ല എന്നാണ് സുനിൽ ഗവാസ്കർ പറഞ്ഞു വരുന്നത്. ഇറ്റ് സീംസ് ദാറ്റ് നാൻ കാക്ക എന്നായിരുന്നു N.I.O.S അദ്ദേഹം വിളിച്ചിരുന്നത്. ഹൂ ഹാഡ് കം ടു സീ മീ ഇൻ ഹോസ്പിറ്റൽ ഓൺ മൈ ഫസ്റ്റ് ഡേ ഇൻ ദിസ് വേൾഡ് നോട്ടീസ്ഡ് എ ലിറ്റിൽ ഹോൾ നിയർ ദ ടോപ്പ് ഓഫ് മൈ ലെഫ്റ്റ് ഇയർ ലോബ്. അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ, ഞാൻ ജനിച്ച ദിവസം ആശുപത്രിയിൽ കാണാൻ വന്നപ്പോൾ എൻ്റെ ചെവിയുടെ, അതായത് ഇടത്തെ ചെവിയുടെ മുകളിലായിട്ട് ഒരു ചെറിയ ഹോള് കണ്ടു, ചെറിയ ഹോള്. ദ നെക്സ്റ്റ് ഡേ ഹി കെയിം അഗെയിൻ ആൻഡ് പിക്ഡ് അപ്പ് ദ ബേബി ലൈങ് ഓൺ ദ ക്രിബ് നെക്സ്റ്റ് ടു മൈ മദർ. അപ്പോൾ തൊട്ടടുത്ത ദിവസം വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഈ കുട്ടി എടുക്കുകയും, അതുകൊണ്ട് തന്നെ ക്രിബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ തൊട്ടിലിനെയാണ് ഉദ്ദേശിക്കുന്നത്, അമ്മയുടെ അടുത്ത് കിടക്കുന്ന തൊട്ടിലിനാണ് കിടക്കുന്നത്. ടു ദിസ് അട്ടർ ഹൊറർ he discovered that the baby did not have the hole on the left earlobe. പക്ഷേ പിറ്റേ ദിവസമാകട്ടെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഈ കുട്ടി, ഈ അമ്മയുടെ അടുത്ത് കിടന്നിരുന്ന കുട്ടിയെ പിറ്റേന്ന് വന്നെടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ലെഫ്റ്റ് ഇയർ ലോബിൻ്റെ മുകളിൽ ഈ ഹോള് കണ്ടിരുന്നില്ല. എ ഫ്രാൻറ്റിക് സെർച്ച് ഓഫ് ആൾ ദ ക്രിബ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോളോഡ്. ഫ്രാൻറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ അരിച്ചു പറക്കി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതാണ് ഫ്രാൻറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റലിലെ എല്ലാ ക്രിബുകളും, അതായത് തൊട്ടിലുകളും അരിച്ചു പറക്കാൻ തുടങ്ങി. ആൻഡ് ഐ വാസ് ഇവഞ്ച്വലി ലൊക്കേറ്റഡ് സ്ലീപ്പിംഗ് ബ്ലിസ്ഫുള്ളി ബിസൈഡ് എ ഫിഷർ വുമൻ ടോട്ടലി ഓബ്ലീവിയസ് ഓഫ് ദി കമ്മോഷൻ ഐ ഹാഡ് കോസ്റ്റ്. അതായത് നമ്മുടെ ഒരു ഫ്രാൻറ്റിക് സെർച്ച്, അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള സെർച്ച് അവിടെ നടന്നു. ആൻഡ് ഐ വാസ് ഇവഞ്ച്വലി ലൊക്കേറ്റഡ്, അതായത് എന്താണ്, കുട്ടിയെ ആരോ മാറിയെടുത്തു. അപ്പോൾ കുട്ടി ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? സുനിൽ ഗവാസ്കർ എന്ന കുട്ടി വളരെ സമാധാനമായി, ബ്ലിസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ പീസ്ഫുള്ളി സമാധാനപരമായിട്ട് ആരുടെ അടുത്ത് കിടക്കുന്നു? ഒരു ഫിഷർ വുമൻ, മത്സ്യത്തൊഴിലാളി സ്ത്രീയുടെ അടുത്ത് കിടക്കുന്നു. ടോട്ടലി ഒബ്ലീവിയസ് ഓഫ് ദി കമ്മോഷൻ ഐ ഹാഡ് കാസ്റ്റ്. അതായത് ഈ ഒരു കമ്മോഷൻ എന്ന് പറഞ്ഞാൽ ബഹളം, ഇതിനെ പറ്റിയൊന്നും അജ്ഞാതമായിട്ട്, ടോട്ടലി ഒബ്ലീവിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺനോൺ, അറിവില്ലാതെ, ഇതിനെ പറ്റിയൊന്നും ബോധമില്ലാതെ കിടക്കുകയാണ് ഈ കുട്ടി. ദ മിക്സ് അപ്പ് ഇറ്റ് അപ്പിയേഴ്സ് ഫോളോഡ് ആഫ്റ്റർ ദ ബേബീസ് ഹാഡ് ബീൻ ഗിവൺ ദെയർ ബാത്ത്. ഈ കുട്ടികളെ എല്ലാം എടുത്തുകൊണ്ട് പോയി കുളിപ്പിക്കുമ്പോഴത്തേക്ക് അതിന് ചുമതലപ്പെട്ടിരുന്ന ആൾക്കാർ കുട്ടിയെ മാറിക്കിടത്തിയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. പ്രൊവിഡൻസ് ഹാഡ് ഹെൽപ്ഡ് മീ ടു റിട്ടൈൻ മൈ ട്രൂ ഐഡൻറ്റിറ്റി. പ്രൊവിഡൻസ് എന്ന് പറഞ്ഞാൽ വിധി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടു റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വീണ്ടെടുക്കുക, മൈ ട്രൂ ഐഡൻറ്റിറ്റി. ആൻഡ് ഇൻ ദ പ്രോസസ് ചാർട്ടർ the course of my life. I have often wondered what would have happened if the nature had not marked me out and given me my God by giving me that
സ്മാൾ ഹോൾ ഓൺ മൈ ലെഫ്റ്റ് ഇയർ ലോ. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇപ്പോൾ ഇങ്ങനെ പ്രകൃതി നമുക്ക് ഓരോരുത്തർക്കും ഓരോ അടയാളങ്ങൾ തരുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഓരോ അടയാളം, നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന ഓരോ അടയാളങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മാർക്ക് തനിക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഞാൻ ഇത്തരത്തിലുള്ളൊരു ജീവിതത്തിലേക്ക് എത്തുമായിരുന്നു എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ആൻഡ് ഇഫ് നാൻകാക്ക ഹാഡ് നോട്ട് നോട്ടീസ് ദിസ് അബ്നോർമാലിറ്റി, നാൻകാക്കയാണ് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു ഐഡൻറ്റിറ്റി, ഈ ഒരു വ്യക്തിത്വത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ടുള്ള സവിശേഷത കണ്ടെത്തിയത്. പെർഹാപ്സ് ഐ വുഡ് ഹാവ് ഗ്രോൺ അപ്പ് ടു ആൻ ഒബ്സ്ക്യൂർ ഫിഷർമാൻ ടോയിലിംഗ് സംവെയർ എലോങ് ദ വെസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, സുനിൽ ഗവാസ്കറിനെ ഫിഷർ വുമൻ്റെ അടുത്ത് നിന്ന് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? അദ്ദേഹം ഇപ്പോൾ എവിടെയെങ്കിലും ഒരു മുക്കുവനായിട്ട് വളരെ കഷ്ടപ്പെട്ടൊരു ജീവിതം നയിച്ചേനെ, അല്ലെങ്കിൽ അന്നത്തെ അന്യത്തിനായിട്ട് ഒരുപാട് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദ ബേബി ഹൂ ഫോർ എ സ്പെൽ ടുക്ക് മൈ പ്ലേസ്? I do not know if he is interested in cricket or whether he will ever read this book. I can only hope that if he does, he will start taking a little more interest in Sunil Gavaskar. പക്ഷേ എൻ്റെ സ്ഥാനത്ത് മാറ്റിക്കടത്തിയിരുന്ന ആ കുട്ടി, അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം ഈ ബുക്ക് വായിക്കുമോ, അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ താല്പര്യമുണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, അദ്ദേഹം എന്തെങ്കിലും താല്പര്യത്തോടു കൂടി ഈ കഥയൊക്കെ അറിയുകയാണെങ്കിൽ ഈ പുസ്തകം എടുത്ത് വായിക്കുമായിരിക്കാം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സുനിൽ ഗവാസ്കറിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൻ്റെ ആരംഭത്തിനെ കുറിച്ചാണ്. ആരാണ് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റർ എന്നുള്ള രീതിയിലുള്ള കഴിവ് വികസിപ്പിച്ചെടുത്തത്? മൈ മോസ്റ്റ് വിവിഡ് റികളക്ഷൻ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ക്രിക്കറ്റ് പ്ലേയിങ് ഡേയ്സ് ഈസ് ദ ടൈം ഐ ആൾമോസ്റ്റ് ബ്രോക്ക് മൈ മദേഴ്സ് നോസ്. എൻ്റെ കുട്ടിക്കാലത്തെ ക്രിക്കറ്റ് കളിയെ പറ്റിയുള്ള ഒരുപാട് വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ മൂക്ക് ഞാൻ തകർത്തതിനെ പറ്റിയാണ്. She used to bowl to me in small gallery of her house where we played our daily match with a tennis ball. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ഗാലറി ഉണ്ട്, ചെറിയ ഒരു വിശാലമായ അല്പം തുറസായിട്ട് കിടക്കുന്ന സ്ഥലത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് അമ്മ എന്ത് ചെയ്യുമായിരുന്നു? ടെന്നീസ് ബാൾ വെച്ച് തനിക്ക് ബൗൾ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഈ ഒരു ടെന്നീസ് ബോളിലാണ് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കളിയുടെ ആദ്യകാല പരിശീലനം നടത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. സിൻസ് ദ ഏരിയ വാസ് സ്മോൾ ഷീ വുഡ് നീൽ ടു ബൗൾ ഓർ റാദർ ലോബ് ദ ബോൾ ടു മീ. അപ്പം ചെറിയ ഏരിയ ആയതുകൊണ്ട് അമ്മ ഒരുപാട് കുനിഞ്ഞു നിന്നാണ് ബാൾ എറിയുന്നത്. അല്ലെങ്കിൽ ഇപ്പം കണ്ണാടികളൊക്കെ പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാവേണ്ടി വരും. അല്ലെങ്കിൽ ചുമ്മാ ഉരുട്ടിയിടുക അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഐ ഹിറ്റ് വൺ സ്ട്രെയിറ്റ് ബാക്ക് ആൻഡ് കോട്ട് ഹെർ ബാങ് ഓൺ ദ നോസ്. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ അടിച്ചു കൊടുത്തപ്പോഴത്തേക്ക്, ടെന്നീസ് ബോൾ എറിഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് സുനിൽ വളരെ ശക്തിയായിട്ട് പന്തടിക്കുകയും അത് അമ്മയുടെ മൂക്കിൽ കൊള്ളുകയും ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് ബ്ലീഡിങ് ഉണ്ടായി, രക്തം പോകാൻ തുടങ്ങി. Although it was a tennis ball, the distance between the two of us was very short, which accounts for the force with which the ball hit her. അപ്പം ഞങ്ങൾ തമ്മിൽ നിന്നിരുന്ന ദൂരം കുറവായിരുന്നെങ്കിലും വളരെ ശക്തിയായിട്ടാണ് ആ പന്ത് അമ്മയുടെ മൂക്കിലിടിച്ചത്. ഐ വാസ് ഫ്രൈറ്റൻ ബട്ട് ഷീ സ്ട്രക്ഡ് ഇറ്റ് ഓഫ്, വാഷ്ഡ് ഹെർ ഫേസ്. അപ്പം അവന് സുനിലിന് വളരെയധികം പേടി തോന്നി, പക്ഷേ അമ്മ അതിനെ അവഗണിച്ചു. അമ്മ അത് നിസ്സാരമെന്നുള്ള രീതിയിലാണ് എടുത്തത്. വാഷ്ഡ് ഹെർ ഫേസ്, മുഖം കഴുകി ബ്ലീഡിങ് നിന്നു. ആൻഡ് വി കണ്ടിന്യൂഡ് ദ ഗെയിം ബട്ട് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേ ഇറ്റ് വാസ് ഓൺലി ഫോർവേഡ് ഡിഫെൻസ് ഫോർ മീ. ഐ റീസ്ട്രെയിൻ മൈസെൽഫ് ആൻഡ് പ്ലേഡ് നോ അറ്റാക്കിംഗ് ഷോട്ട്. പക്ഷേ പിറ്റേന്നുള്ള ദിവസം മുതൽ വളരെ ആലോചിച്ചാണ്, വളരെ പ്രതിരോധം തീർത്താണ് താൻ കളിച്ചിരുന്നത്. ഐ റീസ്ട്രെയിൻ മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കാൻ നോക്കി, എൻ്റെ കളിയെ ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കാൻ നോക്കി. അപ്പം ഭയം ഒക്കെ മാറി പഴയ രീതിയിൽ തന്നെ തൻ്റെ മാനസികാവസ്ഥ വീണ്ടെടുത്തു സുനിൽ ഗവാസ്കർ. അപ്പം അതിനെ തന്നെ ഇത്രയും ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഷോട്ടൊന്നും എറിയേണ്ടെന്ന് തീരുമാനിച്ചു. ക്രിക്കറ്റ് ടു യൂസ് എ ക്ലീഷേ ഈസ് ഇൻ മൈ ബ്ലഡ്. അപ്പം നമ്മൾ ചിലർ പറയുന്നത് രക്തത്തിലായി, അഭിനയം എന്ന് പറയുന്നത് രക്തത്തിലലിഞ്ഞതാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതേ രീതിയിൽ നമ്മളുടെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് ജീവവായു പോലെയാണ്, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ക്ലീഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് മടുത്തതെന്ന് പറയത്തില്ലേ, നമ്മൾ സ്ഥിരം പല്ലവി എന്ന് പറയാറുണ്ട്, അതേ രീതിയിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മൈ ഫാദർ വാസ് എ ഗുഡ് ക്ലബ് ക്രിക്കറ്റർ ഇൻ ഹിസ് ഡേയ്സ് ആൻഡ് എ കീൻ സ്റ്റുഡൻറ് ഓഫ് ദി ഗെയിം. എൻ്റെ അച്ഛനും നല്ലൊരു ക്ലബ് ക്രിക്കറ്ററായിരുന്നു,
അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം തന്നെ നല്ലൊരു വിദ്യാർത്ഥി കൂടിയായിരുന്നു ക്രിക്കറ്റിൻ്റെ. ഈവൻ നൗ വി ഹാവ് ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻസ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ ഗെയിം ആൻഡ് ഐ ഹാവ് ഫൗണ്ട് ഹിസ് അഡ്വൈസ് ഇൻവാല്യുബിൾ ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് മൈ കരിയർ. അപ്പോൾ അച്ഛനുമായിട്ട് ഞാൻ ക്രിക്കറ്റിൻ്റെ പലതരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. എൻ്റെ തൊഴിലിൻ്റെ വളർച്ചയ്ക്ക്, ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ ഉള്ള എൻ്റെ വളർച്ചയ്ക്ക് അത് വളരെയധികം അച്ഛൻ്റെ നിർദ്ദേശങ്ങളൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. As I have already said, I have had the privilege of a cricketing mother who helped me to take the first steps in the game I have come to love. അമ്മയുടെ സ്നേഹം, ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ വളർന്നു വരുന്നതിന് അമ്മയുടെ സ്നേഹം എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. My uncle Madhav Mandri, who played for India in 4 official tests, though not very successfully, was a force to reckon with in first class games. Whenever I went to my uncle's house, my favorite pastime used to be to take out his pullovers and caress them with a sense of longing. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്കിളും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളായിരുന്നു. ഇന്ത്യയിൽ വേണ്ടി 4 ഒഫീഷ്യൽ മാച്ചസ് കളിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അത് വളരെ വിജയകരമായിട്ടുള്ള രീതിയിലുള്ളൊരു കരിയർ അതിനകത്തുണ്ടായില്ല. അപ്പോൾ അങ്കിളിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹവുമായിട്ട് ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത് നമ്മുടെ സുനിൽ ഗവാസ്കറിൻ്റെ ഒരു ഹോബിയായിരുന്നു. ഐ വാസ് സോ അട്രാക്റ്റഡ് ബൈ ദ ഇന്ത്യൻ ടെസ്റ്റ് പുൾ ഓവേഴ്സ് ദാറ്റ് വൺസ് ഐ ഈവൻ ഡെയർഡ് ടു ആസ്ക് ഹിം ഇഫ് ഐ കുഡ് ടേക്ക് വൺ സിൻസ് he had so many. My uncle told me that one has to sweat and earn the India colors and I too should work hard to earn the distinction. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്ററായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ, ക്രിക്കറ്റർ എന്നുള്ളൊരു ഇന്ത്യയുടെ അംഗീകരിക്കപ്പെട്ട ഒരു ക്രിക്കറ്ററായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നതായിട്ടുള്ളൊരു സ്വപ്നം കാണാൻ വേണ്ടി അങ്കിളിൻ്റെ ഉപദേശങ്ങളൊക്കെ സുനിൽ ഗവാസ്കറിനെ സഹായിച്ചിട്ടുണ്ട്. That is a lesson I have never forgotten. Looking back, I am glad that my uncle did not succumb to my childish fancy and instead taught me that there was no shortcut to the top. അപ്പോൾ അങ്കിളിൻ്റെ സ്വാധീനത്തിലൂടെ ഒരിക്കലും ക്രിക്കറ്റർ ആവാനണമെന്ന് സുനിൽ ഗവാസ്കർ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അങ്കിൾ പറഞ്ഞതെന്താണ്, മാധവ് മന്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അങ്കിൾ പറഞ്ഞതെന്താണ്, കഠിനാധ്വാനത്തിന് മറ്റ് കുറുക്കുവഴികളൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് കഠിനാധ്വാനം തന്നെ ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ ഉയർന്നു വരണമെന്ന് ഉള്ളതിന് കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു, അതിന് കുറുക്ക് വഴികളൊന്നുമില്ല. I was also fascinated by the many souvenirs he had and the large number of trophies he had won. അപ്പോൾ അദ്ദേഹം ഒരുപാട് വലിയ പ്രശസ്തി നേടിയില്ലെങ്കിലും അദ്ദേഹം നേടിയ അംഗീകാരങ്ങളൊക്കെ തന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത്. വാട്ട് ഐ ലൈക്ക് മോസ്റ്റ് വാസ് ദ സ്റ്റംപ് ബെയറിംഗ് ദ ഓട്ടോഗ്രാഫ്സ് ഓഫ് ദ 1952 ഇന്ത്യൻ ആൻഡ് ഇംഗ്ലണ്ട് ടീംസ് ആൻഡ് ഐ ലവ് ടു ലിങ്കർ ഓവർ ദ ഓട്ടോഗ്രാഫ് ഓഫ് ഈച്ച് പ്ലെയർ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റംപ്. അപ്പം ആ സ്റ്റമ്പ് നമ്മൾ കളിക്കും ഉപയോഗിക്കുന്ന സ്റ്റമ്പിൽ ഓരോ കളിക്കാരൻ്റെയും ഓട്ടോഗ്രാഫ് അതിനകത്ത് ഇന്ത്യൻ ഇംഗ്ലണ്ട് ടീമിലെ ഓരോ കളിക്കാരൻ്റെയും ഓട്ടോഗ്രാഫ് ആ സ്റ്റമ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കളിക്കാരൻ്റെയും ഓട്ടോഗ്രാഫിൽ ഇങ്ങനെ തലോടിയിരുന്നു നമ്മുടെ സുനിൽ ഗവാസ്കർ. റൈറ്റ് ഫ്രോം ദ ബിഗിനിങ് ഐ വാണ്ട് ടു ബിക്കം എ ബാറ്റ്സ്മാൻ ആൻഡ് ഐ ഹേറ്റഡ് ലോസിങ് മൈ വിക്കറ്റ്. അപ്പോൾ എൻ്റെ വിക്കറ്റ് പോകുന്നത് എനിക്ക് വെറുപ്പായിരുന്നു. അതിനൊക്കെ തന്നെയും തുടക്കകാലം മുതൽ തന്നെ ബാറ്റ്സ്മാൻ ആവണമെന്നായിരുന്നു, ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻ ആവണമെന്നായിരുന്നു സുനിൽ ഗവാസ്കറിൻ്റെ ആഗ്രഹം. This became such an obsession with me that if the rest of the boys ever go me out, I would fight and eventually walk home with the bat and the ball. അപ്പം മറ്റുള്ളവരൊക്കെ പോയാലും ഞാനിങ്ങനെ ക്രിക്കറ്റുമായിട്ട് അല്ലെങ്കിൽ എനിക്ക് ബാറ്റ് ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. This would bring the game to an abrupt end since nobody else had a ball or bat. The boys cursed and called me names, but the tension did not last long and we generally got on very well. അപ്പോൾ ഇദ്ദേഹം മറ്റുള്ള കുട്ടികൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ കളിഭ്രാന്തിനെ പറ്റി ഒരുപാട് ശപിച്ചിരുന്നു. പക്ഷേ എന്നെങ്കിൽ പോലും നീയുണ്ട്, നിൻ്റെ ഒരു കളിയുണ്ടെന്ന് പറഞ്ഞിങ്ങനെ ശപിച്ചിരുന്നു. പക്ഷേ എന്നെങ്കിൽ പോലും അവർക്കെല്ലാം സുനിലിൻ്റെ ഈ ഒരു പാഷൻ, ക്രിക്കറ്റിനോടുള്ള പാഷൻ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സഹായിച്ചു. എല്ലാവരും ജനറലി പൊതുവായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. Among these early comrades with whom I played were the Ambe brothers, the Mandraker brothers and several others who made up our team. അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ, അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരായിട്ടുള്ള കുട്ടികളുമായിട്ട് ടീമുകളൊക്കെ ഉണ്ടാക്കിയാണ് അദ്ദേഹം കളിച്ചിരുന്നത്. അപ്പോൾ അവരുടെ പേരാണ് ആംബെ ബ്രദേഴ്സ്, മാൻഡ്രേക്കർ ബ്രദേഴ്സ് എന്നൊക്കെ പറയുന്നത്. Whenever I battled, they would decide beforehand, they would appeal at a particular ball and whether I was out or not.
I had to go by the majority verdict. We often played matches against teams made up of boys living in the neighboring building, and there were tremendous interest in the trophies as we called them. അപ്പോൾ ഇദ്ദേഹം എന്താണ്, നമ്മളിപ്പം കളിയുടെ പേരിൽ സംഘർഷങ്ങളൊന്നും ഉണ്ടാകാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. പൊതുവായിട്ടിപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം വിക്കറ്റ് റൺഔട്ട് ആയാലും ഒക്കെ എന്താണ്, പൊതുവിധി അനുസരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അപ്പോൾ കളിയുടെ പേരിൽ ഒരിക്കലും തർക്കമുണ്ടാക്കുന്നതിന് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചുറ്റുവട്ടത്തുള്ള കളിക്കൂട്ടുകാരൊക്കെ ചേർന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ടീംസൊക്കെ ഉണ്ടാക്കി കളിക്കുമ്പോഴത്തേക്ക് അവർ തന്നെ ട്രോഫി, ഇപ്പം രഞ്ജി ട്രോഫി എന്നൊക്കെ പറയുന്ന രീതിയിൽ ചെറിയ ചെറിയ ട്രോഫികൾ, മത്സര ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയും അതിനൊരു പേരിടുകയൊക്കെ ചെയ്തിരുന്നു. ദീസ് ട്രോഫീസ് വെയർ സ്മാൾ വൈറ്റ് മെറ്റൽ കപ്സ് ഫോർ വിച്ച് വി ആൾ കോൺട്രിബ്യൂട്ട് ആൻഡ് ബ്രോഡ് ഫോർ ആസ് ലിറ്റിൽ ആസ് ₹150. അപ്പോൾ അന്നത്തെ കാലത്ത് ₹1.5 എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ളൊരു സംഖ്യയാണ്. അപ്പം ട്രോഫികൾ മറ്റൊന്നുമല്ല, ചെറിയ വെള്ള മെറ്റൽ കപ്പുകൾ. അത് എല്ലാവരും അതിനെ പിരിവെടുത്താണ് ഈ ട്രോഫി വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഈ സുനിൽ ഗവാസ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റർ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്ന എൻ്റെ ആദ്യ ചുവടുകൾ, അതാണ് അതിൻ്റെ മലയാളം. അപ്പം ഈ ഒരു ഓട്ടോബയോഗ്രഫിയിലൂടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉള്ള നമുക്ക് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് സെഷനിൽ നോക്കാം.